ഹായ് സുഹൃത്തുക്കളെ, സയന്റിഫിക് ഓഫീസർ ഫിസിക്സ് പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് ഷോർട്ട് ലിസ്റ്റ് വന്നത്. ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ I+ന്റെ ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമുക്കറിയാം, വളരെ ചെറിയൊരു ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിൽ ആകെ 9 പേരേ ഉള്ളൂ. ഈ 9 പേരിൽ I+ന്റെ ഉദ്യോഗാർത്ഥികളുണ്ട്. കൂടാതെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റിലും ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ആകെ 76 പേര് മാത്രം അടങ്ങിയ ചെറിയൊരു ഷോർട്ട് ലിസ്റ്റ് ആണ് PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കട്ട് ഓഫ് മാർക്ക് വരുന്നത് ഏതാണ്ട് 53.67 മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ചെറിയ ലിസ്റ്റ് ആയതുകൊണ്ടാണ് ഈ കട്ട് ഓഫ് മാർക്ക് ഇത്രയും ടഫായിട്ടൊരു പരീക്ഷ ആയിരുന്നിട്ടും കട്ട് ഓഫ് മാർക്ക് 50-ന് മുകളിൽ പോകാനുള്ള കാരണം ചെറിയ ലിസ്റ്റ് ആണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട I+ന്റെ ഉദ്യോഗാർത്ഥികൾ ഒരുപാട് നാളായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. നമ്മളോടൊപ്പം നമ്മുടെ കോഴ്സ് എടുത്ത് കഷ്ടപ്പെട്ട് തന്നെ പഠിച്ച ഉദ്യോഗാർത്ഥികൾ തന്നെയാണ്. അവർക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ്. ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. അതോടൊപ്പം ഇനി നിങ്ങളുടെ മുന്നിലുള്ള കടമ്പ എന്നുള്ളത് എന്താണ്? ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂവിന് നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ മികച്ച റാങ്ക് നേടാനായിട്ട് സാധിക്കും. ആകെ 9 പേര് മാത്രം ഉൾപ്പെട്ട ഒരു മെയിൻ ലിസ്റ്റ്. അപ്പോൾ ഇന്റർവ്യൂ വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ എല്ലാവരും തമ്മിൽ മാർക്കുകളുടെ വ്യത്യാസം കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇന്റർവ്യൂവിന്റെ മാർക്കിലുള്ള ഡിഫറൻസ് കൊണ്ട് നമുക്ക് റാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനായിട്ട് പറ്റും. അപ്പോൾ ഇന്റർവ്യൂവിന് ഏറ്റവും നന്നായിട്ട് തയ്യാറെടുക്കുക. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കുമായിട്ട് I+ ഫ്രീ ഇന്റർവ്യൂ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യാണ്. I+ന്റെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രമല്ല, ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇന്റർവ്യൂ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിലവിൽ സർവീസിലുള്ള ആളുകൾ ഉൾപ്പെടെ അതിനകത്ത് ഓറിയന്റേഷൻ സെഷനുകൾ ലീഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും ആ ഇന്റർവ്യൂ ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യുക. അത് ഫില്ല് ചെയ്യുന്നവരെ കൃത്യമായിട്ട് I+ അറിയിക്കുന്നതാണ് എന്നാണ് സെഷൻ എന്നുള്ളതും ഇനിയുള്ള കാര്യങ്ങൾ പ്രൊസീജിയറുകൾ എന്തൊക്കെയാണെന്നുള്ളതും I+ അറിയിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇന്റർവ്യൂ ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും സ്ട്രോങ് ആക്കി ഏറ്റവും മികച്ച ഒരു ജോലിയിലേക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഒരിക്കൽ കൂടി പറയുകയാണ്, ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. ലിസ്റ്റിൽ ഇനി നിങ്ങളുടെ മുന്നിലുള്ള കടമ്പ എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂവിന് 20 മാർക്കാണ് ഉള്ളത്. അറ്റൻഡ് ചെയ്താൽ നമുക്കൊരു അറൌണ്ട് 8 to 9 മാർക്ക് കിട്ടും. പക്ഷേ നമുക്ക് പിന്നീട് കിട്ടുന്ന ഒരു 4-5 മാർക്കിന്റെ ഡിഫറൻസിൽ റാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും നന്നായിട്ട് ഇന്റർവ്യൂ തയ്യാറെടുക്കുക. ഫ്രീ ആയിട്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് I+ന്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായിട്ട് തരുന്ന ഒരു സമ്മാനം തന്നെയാണ് ഫ്രീ ആയിട്ട് ഇന്റർവ്യൂ ട്രെയിനിങ് സെഷൻ എന്നുള്ളത്. അപ്പോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചില്ല എന്ന് കരുതി ചിലരൊക്കെ കുറച്ച് മാർക്കുകൾക്ക് ലിസ്റ്റിൽ നിന്ന് ഇടം പിടിക്കാതെ പോയിട്ടുണ്ടാവും. 50 മാർക്കൊക്കെ നേടിയ ആളുകളുണ്ട്. പക്ഷെ അവർക്ക് പോലും ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാനായിട്ട് ആയിട്ടില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ചെറിയ വേക്കൻസികൾ കുറവായതുകൊണ്ടാകാം ചെറിയ ലിസ്റ്റാണ് PSC ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ഒരു സക്സസ് വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു 50 മാർക്ക് നേടി എന്നിട്ട് ലിസ്റ്റിൽ ഇടം പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് നിരാശരാവേണ്ട കാര്യമില്ല. കാരണം അത്രയും ടഫായിട്ടുള്ള ഒരു പരീക്ഷ തന്നെയായിരുന്നു. അടുത്ത പരീക്ഷകൾ, വേക്കൻസി കൂടുതലുള്ള പരീക്ഷകൾക്കായിട്ട്, പ്രത്യേകിച്ചും B.Ed ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ HSST ഫിസിക്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് HSA ഫിസിക്കൽ സയൻസ് വരുന്നുണ്ട്. കൂടാതെ ഫിംഗർ പ്രിന്റ് സെർച്ചർ വരുന്നുണ്ട്. ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പരീക്ഷകൾ I+ന്റെ ഉൾപ്പെടെ നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ നന്നായിട്ട് പഠിച്ച് സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.